KSRTCയുടെ 2011-12 സാമ്പത്തിക വർഷത്തിലെ ആകെ വരുമാനം 1436.36 കോടി രൂപയാണ്. ചിലവ് 1905.78 കോടിയും. നഷ്ടം 416.64 കോടി രൂപ. ചിലവുകളുടെ പട്ടിക തിരിച്ചുള്ള കണക്ക് ഇങ്ങനെ: ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ 482.53 കോടി. ഇന്ധനം ഉൾപ്പെടെ സാധന സാമഗ്രികൾ വാങ്ങിയത് 698.92 കോടി രൂപയ്ക്ക്. തേയ്മാനം 63.75 കോടി രൂപ. നികുതികൾ 92.49 കോടി രൂപ. പലിശയും പിഴപ്പലിശയും സർവീസ് ചാർജുകളും 202.36 കോടി രൂപ. പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ 326.38 കോടി രൂപ. മറ്റ് ചെലവുകൾ 37.37 കോടി രൂപ. ഇതിൽ പെൻഷനും പലിശയും മാറ്റി നിർത്തിയാൽ ആകെ ചെലവ് 1377.04 കോടി രൂപ. അതായത് പ്രവർത്തന ലാഭം 60 കോടി രൂപയോളം വരും. 2010-11 സാമ്പത്തിക വർഷത്തിൽ ഇത് 59.18 കോടി രൂപയായിരുന്നു. ശമ്പള വർധനവ് നടപ്പിലാക്കുകയും ഇന്ധനവില ഉയരുകയും ചെയ്ത 2012-13 സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തന ലാഭം 17.04 കോടി രൂപയായി കുറഞ്ഞു. എന്നിട്ടും പ്രവർത്തനം നഷ്ടത്തിലായില്ല. പലിശയും പെൻഷനും മാറ്റി നിർത്തിയാൽ പ്രവർത്തന നഷ്ടമില്ലെന്ന് സാരം. നിലവിൽ KSRTCയുടെ ദൈനംദിന വരുമാനത്തിൻ്റെ 37.45% പലിശയ്ക്കും പെൻഷനുമായി മാറ്റിവെക്കുന്നുണ്ട്. 89 യൂണിറ്റുകളിൽ 30 യൂണിറ്റുകളിലെ ദിവസ വരുമാനമാണ് പെൻഷനും പലിശയ്ക്കുമായി മാറ്റുന്നത്. ഇതിനാൽ പ്രവർത്തന ചെലവുകൾക്കായി വീണ്ടും കടമെടുക്കേണ്ടി വരുന്നു. ബസ് വാങ്ങാനായി വേണ്ട തുക പൂർണ്ണമായി കടമെടുക്കുകയാണ്. ഈ തുകയുടെ പലിശയാണ് പലിശ ഇനത്തിലെ ഏറ്റവും വലിയ ഇനം. ബസ് വാങ്ങാനുള്ള തുക സർക്കാർ അനുവദിച്ചാൽ തന്നെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും കടക്കണിയിൽ നിന്ന് കരകയറാനും കോർപ്പറേഷന് കഴിയും. കുറഞ്ഞ നിരക്കിൽ ദീർഘകാലത്തിലുള്ളവയായി വായ്പകളെ മാറ്റുകയും പെൻഷന് സർക്കാർ മുൻകൈയിൽ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയും ചെയ്താൽ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാമെന്ന് ചുരുക്കം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.